നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ലാസ് വെഗാസിലെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ന്യൂ ഓർലിയാൻസിൽ പുതുവത്സര ദിനത്തിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ ട്രക്കോടിച്ച് 15 പേരെ കൊലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഭവം. ലാസ് വെഗാസിലെ ഹോട്ടലിന്റെ കവാടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിനാണ് തീപിടിച്ചത്. കൊളോറാഡോയിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് FBI നൽകുന്ന വിവരം. ട്രക്ക് സ്ഫോടനത്തിന് 2 മണിക്കൂർ മുമ്പാണ് നഗരത്തിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനം പുകയാൻ തുടങ്ങുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. വാഹനത്തിന് തീപിടിച്ച് മിനിറ്റുകൾക്ക് ശേഷം ലാസ് വെഗാസ് അഗ്നിശമന സേനാംഗങ്ങളെത്തി തീയണച്ചു. അപകടത്തിൽ ട്രക്കിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ മരിച്ചു. നിസ്സാരമായി പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. ട്രക്കിനുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയെന്നാണ് ഇലോൺ മസ്കിന്റെ പ്രതികരണം. വാടകയ്ക്കെടുത്ത സൈബർ ട്രക്കിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന ബോംബോ വലിയ പടക്കങ്ങളോ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വാഹനവുമായി അപകടത്തിന് ബന്ധമില്ലെന്നും മസ്ക് വ്യക്തമാക്കി. അതേസമയം സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമാണോ എന്ന് FBI അന്വേഷിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ലാസ് വെഗാസ് സ്ഫോടനവും ന്യൂ ഓർലിയാൻസിൽ ബുധനാഴ്ച രാവിലെ നടന്ന ആക്രമണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അധികൃതർ അന്വേഷിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ടെസ്ല സ്ഫോടനം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശ്വസിക്കുന്നതായി FBIയും പ്രാദേശിക പോലീസും പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഹോട്ടൽ ഒഴിപ്പിക്കുകയും സന്ദർശകരെ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.